വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ വേറിട്ട ലഹരി വിരുദ്ധ പ്രവർത്തനമൊരുക്കി കൊണ്ടോട്ടി കൊട്ടൂക്കര സ്കൂൾ മാതൃകയായി. 1500-ലേറെ വരുന്ന വിദ്യാർത്ഥികൾക്ക് 97 ക്ലാസ് മുറികളിലും ഒരേ സമയം ലഹരി വിരുദ്ധ പ്രബോധ ക്ലാസുകൾ നൽകിയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും BEd സ്റ്റുഡൻസും ചേർന്ന് മാതൃക തീർത്തത്. കൊണ്ടോട്ടി കൊട്ടൂക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ വേറിട്ട ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരുക്കിയത്. 5500-ലേറെ വരുന്ന വിദ്യാർത്ഥികൾക്ക് 97 ക്ലാസ് മുറികളിലും ഒരേ സമയം ലഹരിവിരുദ്ധ പ്രബോധന ക്ലാസുകൾ നൽകുകയായിരുന്നു. ലഹരിവിരുദ്ധ ക്ലബ്ബും വിമുക്തി ക്ലബ്ബും ലഹരിവിരുദ്ധ പാഠശാലയിലൂടെ കൊണ്ടോട്ടി EMEA ട്രെയിനിംഗ് കോളേജിലെ 97 BEd വിദ്യാർത്ഥികളും പരിശീലനത്തിന്റെ ഭാഗമായി. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൊട്ടൂക്കര സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഹരിവിരുദ്ധ ക്ലാസുകൾ നൽകാൻ കഴിഞ്ഞു. കലാപരത നിറഞ്ഞു നിന്ന അധ്യാപനത്തിൽ കുട്ടികളെ കൊണ്ട് ലഹരിവിരുദ്ധ വഞ്ചിപ്പാട്ട്, ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ലഹരിക്കെതിരെ പ്ലക്കാർഡുകളുടെ നിർമ്മാണം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഹരിവിരുദ്ധ മാപ്പിളപ്പാട്ട് എന്നിവ സർഗാത്മകമായി രൂപപ്പെടുത്തിയതോടൊപ്പം കുട്ടികൾക്ക് വീടുകളിൽ പതിക്കാൻ ലഹരിവിരുദ്ധ സ്റ്റിക്കറുകളും വിതരണം ചെയ്തു. ഞങ്ങൾ കൊട്ടൂക്കര സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ ഒരുമിച്ച് കൂടി ലഹരിവിരുദ്ധ പാഠശാലയുടെ കീഴിൽ ലഹരിക്കെതിരെ 97 ക്ലാസ് മുറികളിൽ 5500-ഓളം കുട്ടികൾ പഠിക്കുന്ന 97 ക്ലാസ് മുറികളിൽ EMEA BEd കോളേജിലെ ട്രെയിനിങ് കോളേജിലെ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം കൊടുത്തുകൊണ്ട് അവരിവിടെ വന്നിട്ട് 97 ക്ലാസ് മുറികളിൽ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുകയാണ്. 5600-700-ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു കുട്ടി പോലും ലഹരിയിൽ പെട്ടുപോകരുതെന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. ഇവിടെ ലഹരി വിരുദ്ധ പാഠശാലയുണ്ട്. മനോഹരമായ ഓടിട്ട നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലാസ് മുറി തന്നെയാണത്. അവിടെ ഏകദേശം 60ഓളം ക്ലബ്ബുകളുണ്ട് കൊട്ടൂക്കര സ്കൂളിൽ, വിവിധ ക്ലബ്ബുകൾ. ആ ക്ലബ്ബുകളിലെ കുട്ടികൾ നിരന്തരമായ പ്രവർത്തനം നടത്തും. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, അങ്ങനെ വിവിധ ക്ലബ്ബുകൾ. നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനം ലഹരിക്കെതിരെ വലിയൊരു ശബ്ദം തന്നെയാണ്. ഞങ്ങളുടെ ഉദ്ദേശം സത്യത്തിൽ ഞങ്ങൾ 2 കാര്യങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പാഠപുസ്തകങ്ങളിൽ ലഹരിക്കെതിരെ പാഠങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ക്ലാസ് മുറികളിലും വീടുകളിലൊക്കെ ചർച്ചയാവും. ഇവരിലൂടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 97 ക്ലാസ് മുറികളിൽ ഒരേ സമയമാണ് ലഹരിക്കെതിരെയുള്ള പരിപാടികൾ നടന്നത്.